കേന്ദ്ര തൊഴിൽകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ദത്തോപന്ത് ദേംഗ്ജി ദേശീയ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കെ പ്രേമൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മുന്നിലാണ്. എല്ലാ കാര്യങ്ങളും പണം സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും സാക്ഷരതയുടെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ, അത് പ്രായോഗികമാക്കുന്ന കാര്യത്തിൽ ഒന്ന് കേരളത്തിൻ്റെ ജനസാന്ദ്രതയായിരിക്കാം അതിനുള്ളൊരു കാരണം. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ ഒരു കാര്യം അറിഞ്ഞാൽ കാട്ടുതീ പോലെ പടരാൻ വലിയ സമയം നമ്മുടെ നാട്ടിൽ വേണ്ടി വരില്ല, അല്ലേ? പിന്നെ അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളുടെ പ്രചാരം ഇന്ന് വലിയ രീതിയിലുണ്ട്. പണ്ട് ഒരു വിവരം അറിയണമെങ്കിൽ റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ പത്രങ്ങൾ വരുന്നതുവരെയോ കാത്തിരിക്കുന്നതിൽ നിന്നും മാറി ഇന്ന് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായി ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ ആർക്ക് ലഭിക്കുന്നുണ്ട്? ഓരോ മനുഷ്യർക്കും ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ സ്ത്രീകളെ, വനിതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള അറിവുകൾ മാത്രമല്ല. എങ്കിലും തൊഴിലിടങ്ങളിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, ഓരോ തൊഴിലാളിക്കുമുള്ള മൗലികാവകാശങ്ങൾ, ഓരോ തൊഴിലാളിയും മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്താകമാനം തന്നെ പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ രീതിയിലേക്കുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ എന്നുള്ള നിലയിലേക്കാണ് ഇതുപോലുള്ള പരിശീലന ക്ലാസുകളെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഗന്ധി, ഉഷ, സി വേലുക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വത്സല, വിഘ്നേഷ്, വിനോദ്, അമീർജാൻ, എം കൃഷ്ണൻ, പി പ്രശാന്ത്, നിഷ ഹൈദരലി, സുബിത, നിഷ എന്നിവർ പങ്കെടുത്തു. ബോർഡംഗം സി സുമേഷ് വിഷയാവതരണം നടത്തി. തുടർന്ന് തൊഴിലാളികളിൽ നിന്ന് സംശയ നിവാരണവും ചർച്ചയും നടന്നു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നാരായണൻ സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ ദിനേശ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.